വിനാശകരമായ മാനുഷിക പ്രത്യാഘാതങ്ങളുമാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത്. സംഘർഷത്തിന്റെ തുടക്കം 2023 ഏപ്രിലിൽ ആരംഭിച്ച ഈ യുദ്ധം ജനറൽ അബ്ദുൽ ഫത്താ അൽ ബുർഹാൻ നയിക്കുന്ന സുഡാൻ സായുധ സേനയും സുഡാൻ ആംഡ് ഫോഴ്സസ് മുഹമ്മദ് ഹംദാൻ ഡാഗലോ ഹെമേദി നയിക്കുന്ന അർദ്ധസൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസും RSF തമ്മിലാണ്. 2019 ഏപ്രിലിൽ മുൻ പ്രസിഡന്റ് ഒമർ അൽ ബഷീർ പുറത്താക്കപ്പെട്ടതിനുശേഷം ഇരുവരും അധികാരം പങ്കിട്ടിരുന്നു. RSFനെ സുഡാൻ സൈന്യത്തിൽ എപ്പോൾ എങ്ങനെ സംയോജിപ്പിക്കണം എന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് യുദ്ധത്തിന് തിരികൊളുത്തിയത്. മേഖലകളിലെ നിയന്ത്രണം സുഡാൻ ഫലത്തിൽ രണ്ടായി വിഭജിക്കപ്പെട്ടു. സൈന്യം തലസ്ഥാനമായ ഖാർത്തൂം വടക്ക്, കിഴക്ക്, കൂടാതെ സർക്കാർ ഇപ്പോൾ പ്രവർത്തിക്കുന്ന പോർട്ട് സുഡാൻ ഉൾപ്പെടുന്ന ചെങ്കടൽ തീരം എന്നിവിടങ്ങളിൽ നിയന്ത്രണം വഹിക്കുന്നു. RSF പടിഞ്ഞാറും തെക്കുമുള്ള ദാർഫൂർ, കോർദോഫാൻ സംസ്ഥാനങ്ങളിൽ ആധിപത്യം പുലർത്തുന്നു. ഈ മേഖലകളിൽ പോരാട്ടവും വംശീയ അതിക്രമങ്ങളും രൂക്ഷമാണ്. മാനുഷിക പ്രതിസന്ധി ജനസംഖ്യയുടെ പകുതിയിലധികം വരുന്ന 30 ദശലക്ഷത്തിലധികം ആളുകൾക്ക് അടിയന്തര മാനുഷിക സഹായം ആവശ്യമാണ്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ക്ഷാമം പ്രഖ്യാപിച്ചു. ആശുപത്രികൾ തകർന്നു. സഹായവാഹനങ്ങൾ പലപ്പോഴും തടസ്സപ്പെടുന്നു. ഏകദേശം 11 ദശലക്ഷം സുഡാനികൾക്ക് അവരുടെ വീടുകൾ ഉപേക്ഷിക്കേണ്ടിവന്നു. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ പലായന പ്രതിസന്ധിക്ക് കാരണമായി. പലരും അയൽ രാജ്യങ്ങളായ ചാഡ്, ദക്ഷിണ സുഡാൻ, ഈജിപ്ത് എന്നിവിടങ്ങളിലേക്ക് പലായനം ചെയ്തു. ഭാവി സുഡാൻ തകർച്ചയുടെ വക്കിലാണെന്ന് UN മുന്നറിയിപ്പ് നൽകുന്നു. സമാധാന ചർച്ചകൾ സ്തംഭിച്ചു. ഇരുപക്ഷവും ആയുധങ്ങൾ സംഭരിക്കുന്നത് തുടരുന്നു. പുറത്തുനിന്നുള്ള ഇടപെടൽ വെടിനിർത്തലിനും രാഷ്ട്രീയ പരിഹാരത്തിനുമുള്ള സാധ്യതകളെ ദുർബലപ്പെടുത്തുന്നുണ്ടെന്ന് ആശങ്കയുണ്ട്. ഉടൻ വെടിനിർത്തൽ അംഗീകരിച്ചില്ലെങ്കിൽ സുഡാൻ ശിഥിലമാവാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. ഈ വിവരങ്ങളെക്കുറിച്ച്